നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമായി തുടരുകയാണ്. കുവൈത്തിലും ഇതേ അവസ്ഥയിലാണ് കാലാവസ്ഥ മുന്നോട്ട് പോകുന്നത്. രാജ്യത്ത് കനത്ത മൂടൽ മഞ്ഞും അസ്ഥിരമായ കാലാവസ്ഥയും തുടരുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാജ്യത്ത് ഇന്നും രാത്രിയിൽ കനത്ത മൂടൽമഞ്ഞിനൊപ്പം കാലാവസ്ഥ അസ്ഥിരമായി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ പ്രവാസികളുമായി പങ്കുവയ്ക്കുന്നത് ഈ സാഹചര്യങ്ങളെ നേരിടാനുള്ള മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. മിതമായ ഈർപ്പമുള്ള കാറ്റിനൊപ്പം കനത്ത മഞ്ഞും രാജ്യത്തെ ബാധിച്ചതായി അധികൃതർ പറഞ്ഞു. കനത്ത മൂടൽ മഞ്ഞ് അനുഭവപ്പെടുന്നതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കനത്ത മൂടൽമഞ്ഞാണ് അനുഭവപ്പെടുന്നത്. ദൂരക്കാഴ്ച കുറഞ്ഞത് വാഹന ഗതാഗതത്തെയും കപ്പൽ നീക്കത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ഷുഐബ തുറമുഖങ്ങളിൽ നിന്നുള്ള കപ്പൽ നീക്കം ഞായറാഴ്ച താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. രാവിലെ 8 മണി മുതൽ കപ്പലുകളുടെ നീക്കം നിർത്തിവെച്ചതായി കുവൈറ്റ് തുറമുഖ അതോറിറ്റി പ്രസ്താവനയിലൂടെ അറിയിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥരുടെയും ഹാർബറുകളിലെ സൗകര്യങ്ങളുടെയും സുരക്ഷ കണക്കിലെടുത്താണ് നടപടിയെന്നും തുറമുഖ അതോറിറ്റി വ്യക്തമാക്കി. ബുധനാഴ്ച രാത്രിയോടെ ദൃശ്യപരത മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷ. കടലിൽ പോകുന്നവരും വാഹനം ഓടിക്കുന്നവരും അതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. അതുപോലെ കുവൈത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇടിയോടുകൂടിയ മഴ പെയ്യുമെന്നും കാലാവസ്ഥാ നിരീക്ഷകൻ അബ്ദുൽ അസീസ് അൽ ഖറവായ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 50 കിലോമീറ്റർ വേഗത്തിൽ തണുത്ത കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നും പ്രവചിച്ചിരുന്നു. വടക്ക് പടിഞ്ഞാറൻ കാറ്റിനൊപ്പം മൂടൽ മഞ്ഞ് ഉണ്ടാകുന്നതിനാൽ രാത്രിയിൽ തണുപ്പ് കൂടുതലായിരിക്കും. രാജ്യവ്യാപകമായി മഴ അനുഭവപ്പെടുകയും ദൂരക്കാഴ്ച കുറവുമായതിനാൽ പൗരന്മാരോടും അവിടുത്തെ താമസക്കാരോടും ഒരുപോലെ ജാഗ്രത പാലിക്കണമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു. അടിയന്തര സഹായം ആവശ്യമുള്ളവർക്കായി മന്ത്രാലയത്തിന്റെ ഹോട്ട്ലൈൻ നമ്പറായ 112 എന്ന നമ്പറിൽ വിവരം അറിയിക്കണമെന്ന് സിവിൽ ഡിഫൻസും അറിയിച്ചിരുന്നു. അതേസമയം വരും ദിവസങ്ങളിൽ UAE-യിൽ തണുപ്പ് കൂടുതൽ കഠിനമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. പർവ്വത പ്രദേശങ്ങളിൽ താപനില 5 ഡിഗ്രി സെൽഷ്യസിൽ കുറയാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജനുവരി പകുതിക്കു ശേഷമുള്ള ദിവസങ്ങൾ ഗൾഫ് പൈതൃക കലണ്ടറിൽ ശൈത്യകാലത്തിന്റെ ഏറ്റവും ഉയർന്ന സമയമാണെന്ന് അധികൃതർ പറഞ്ഞത്. ഈ ശക്തമായ തണുപ്പ് ഏതാനും ദിവസങ്ങൾ നീണ്ടുനിൽക്കും. അറേബ്യൻ പെനിൻസുലയിൽ ഒന്നാകെ അതിശൈത്യം അനുഭവപ്പെടുന്ന സമയമാണിതെന്ന് എമിറേറ്റ്സ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഇബ്രാഹിം അൽ ജർവാൻ പറഞ്ഞിരുന്നു. മരുഭൂമികളിൽ താപനില ചിലയിടങ്ങളിൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെയും പർവ്വത പ്രദേശങ്ങളിൽ 0 ഡിഗ്രി വരെയും എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കാലയളവിൽ രാവിലെ സമയങ്ങളിൽ ശക്തമായ മൂടൽ മഞ്ഞ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അധികൃതരുടെ മുന്നറിയിപ്പുകൾ കൃത്യമായി നിരീക്ഷിക്കാനും അനുസരിക്കാനും പ്രവാസികൾ ശ്രദ്ധിക്കുമല്ലോ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.